കണ്ടില്ല ഇപ്പൊ ഏറ്റവും വൃത്തികെട്ട ഒരു വിഷയമായി വന്നിട്ടുണ്ട്. വീടുകളിലും കാണാം അങ്ങനെ. വീടുകളിൽ അന്യ സ്ത്രീകളൊക്കെ ഉണ്ട്, കെട്ടിച്ചുകൊണ്ടുവന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അവിടെ ഉണ്ട് ഈ പുതിയാപ്പിളന്റെ അഞ്ചന് ചെറിയ പഴയ കാലത്തൊക്കെ ഒരു വിഭാഗത്തിന് യൂണിഫോം ആയിരുന്നു, ചെറിയ ട്രൗസർ ഇട്ടിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ. എത്ര മോശാന്നറിയോ, ഇത്ര ഒരു വൃത്തികെട്ട ഒരു സംസ്കാരം വേറെ. ചിലര് കാണാം ബൈക്ക് ഓടിച്ചു പോകുന്നത്, അങ്ങാടിയിലൊക്കെ കാണാം സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ട് തനിച്ച പാശ്ചാത്യ സ്വഭാവം. ഇസ്ലാമിക സംസ്കാരത്തോട് ഒരിക്കലും ചേർത്തി വെക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു മുസ്ലിമിനൊരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മോശപ്പെട്ട സ്വഭാവം. മടക്കി കുത്തന്നെ ഒരു മോശമാണ്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നല്ല തൊപ്പിയും തലപ്പാവൊക്കെ ഉണ്ടാവും, മേലെ നല്ല ഉഷാർ, അടി ഫുള്ള് കാലിയാണ്. അടിയിലും മടക്കട് കുത്തിയിട്ട് അക്കസാവായത്ത് വരെ എത്തിയിട്ടുണ്ടാവും. അതിന്റെ അങ്ങേയറ്റം വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്. ജോലി എടുക്കുന്ന ആളുകൾ ജോലിക്ക് വേണ്ടിയോ കുത്തും. അത് പിന്നെ അവരെ ചളി ധരിക്കാതിരിക്കാനും മറ്റൊക്കെയാണ്, ഒരു സുരക്ഷത്തിന് വേണ്ടി മുണ്ട് മുറുകി കെട്ടുക എന്നുള്ളതൊക്കെ ഉണ്ടാകും. അതിനിപ്പോ സംവിധാനം ഉണ്ടല്ലോ, അതിനൊക്കെ ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ വേറെ തന്നെ ഇറങ്ങിയിട്ടില്ലേ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. പണിക്ക് ധരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഞെരിയാണിക്ക് താഴെ പോകാത്ത രീതിയിൽ തന്നെ നല്ല വസ്ത്രങ്ങളുടെ വിപണിയിൽ അത് വാങ്ങിയാൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനല്ലേ ഉള്ളൂ. മുണ്ട് മടക്കി കുത്തി അപ്പുറത്ത് അങ്ങേയറ്റം കാണിച്ചെങ്കിലേ പണിയാകൊള്ളുന്നുണ്ടോ? അതിനേക്കാളും മോശമാണ്. വീട്ടിലൊക്കെ അന്യ സ്ത്രീകൾ മാത്രല്ല, സ്വന്തം പെങ്ങന്മാര് ഉണ്ട്, ഉമ്മയുണ്ട്. അവരിടയിലേക്കൊക്കെ ഈ നിക്കറിട്ടിട്ട് ഇങ്ങനെ നടക്കന്നെ. വളരെ മോശപ്പെട്ട സ്വഭാവം. ഒരിക്കലും ഒരു കുടുംബങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണത്. ഇസ്ലാമിക സംസ്കാരത്തോട് ഒരു നിലക്കും ചേരാത്ത ഒന്നാണത്. ഇപ്പൊ അതിന് ഏതെങ്കിലും ഒരു മസല പറയുന്ന ആളുണ്ടാകും, സംഗതി വലിയ കുലുമാൽ തന്നെ. ഏതെങ്കിലും അത് വലിയ പ്രശ്നമൊന്നല്ല, കാരണം അത് ഔറത്തല്ലാന്നോ അഭിപ്രായം ഉണ്ടല്ലോ, അങ്ങനെ പറയാൻ കുറെ ആൾക്കാർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറഞ്ഞില്ലേ സ്വഹാബിയോട്, കാലിന്റെ തൊടഭാഗം മറക്ക്, അത് ഔറത്താണ്. തൊടഭാഗം മറക്കാൻ അത് വെളിവാക്കിയ ഒരാളോട് പറഞ്ഞാണ് അത് മറക്ക്, അത് ഔറത്താണ്. മറക്കാനാ കൽപ്പിച്ചത്, വെളിവാക്കിടാനല്ല. മുട്ടുവരെയുള്ള ഭാഗങ്ങൾ മറക്കേണ്ടതാണ്. നിസ്കാരത്തിൽ മാത്രമല്ല, അങ്ങനെ ചില ആൾക്കാർ മനസ്സിലാക്കിയല്ലേ, നിസ്കാരത്തിൽ മാത്രമുള്ള ഔറത്താണ്. അല്ലല്ല, എപ്പോഴും ഔറത്ത് തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ട തന്നെയാണ്, സൂക്ഷിക്കേണ്ട തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിൽ നമ്മൾ എത്തുമ്പോ നമ്മൾ അവിടെ കാണിക്കേണ്ട ശൈലി, അല്ലാഹു തആല അനുസരിക്കാൻ പറഞ്ഞ ശൈലി ഏതാണോ ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്.